ഗസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ തടഞ്ഞ ഇസ്രായേൽ കമാൻഡോകൾ. കപ്പലുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടു. പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തംബർഗ് അടക്കം 12 ആക്ടിവിസ്റ്റുകളാണ് ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിലുള്ളത്. മുഹമ്മദ് സ്വാലി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സ്വാലി, ഈ കപ്പൽ ഇസ്രായേൽ സേന എവിടെ വെച്ചാണ് തടഞ്ഞത്? അതുപോലെ തന്നെ നിലവിലിപ്പോൾ ഇത് എവിടെയാണുള്ളത്? ഈ കപ്പൽ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഈ മണിക്കൂറുകളിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? അമൃത, ഗസയ്ക്കകത്ത് ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും അടക്കം വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ സേന. അതേസമയം ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി, മരുന്നുകൾ എത്തിക്കാൻ വേണ്ടി ലോകതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുകൾ പുറപ്പെട്ട കപ്പൽ ഇപ്പോൾ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ തന്നെ തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സേന. ഗസയിലേക്ക് ഈ കപ്പൽ അടുപ്പിക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് അതിനു മുമ്പ് തന്നെ ഇസ്രായേൽ സേന ഈ കപ്പൽ തടഞ്ഞു. ഈ കപ്പലിന് സമീപത്തേക്ക് ഇസ്രായേൽ സേനയുടെ 4 കപ്പലുകൾ അടുക്കുന്നു. തൊട്ടുടനെ തന്നെ ഏതാനും ഡ്രോണുകൾ ഈ കപ്പലിന് മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ചില രാസവസ്തുക്കൾ കപ്പലിലേക്ക് നിക്ഷേപിക്കുന്നു. വെളുത്ത പൊടി എന്നാണ് ഇതിനെക്കുറിച്ച് ചില ഈ കപ്പലിലുള്ള ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. ഈ വെളുത്ത പൊടി കപ്പലിൽ വീഴുന്നതോടുകൂടി ഈ ആക്ടിവിസ്റ്റുകൾക്ക് കണ്ണ് കാണാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ചിലർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. തുടർന്നാണ് ഇസ്രായേൽ സേനയുടെ കമാൻഡോകൾ ഈ കപ്പലിലേക്ക് ഇരച്ചു കയറുന്നത്. തുടർന്ന് ഈ കപ്പലിൽ ഈ കമാൻഡോകൾ ഈ ആക്ടിവിസ്റ്റുകളെ, ഗ്രെറ്റ തംബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ തോക്കിൽ മുനയിൽ നിർത്തിയാകണം ഈ കപ്പലിൽ കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ആക്ടിവിസ്റ്റുകൾ ഇരിക്കുന്ന ഫോട്ടോകൾ നമുക്ക് ചില ദൃശ്യമാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇസ്രായേൽ സേനയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ആക്ടിവിസ്റ്റുകളെ ഈ തോക്കിൻ മുനയിൽ നിർത്തി അവരുടെ മൊബൈൽ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്യാൻ ഈ സേന നിർബന്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ചില ആക്ടിവിസ്റ്റുകളുടെയെങ്കിലും മൊബൈൽ ഫോണുകൾ കപ്പലിൽ നിന്ന് കടലിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഈ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഗ്രെറ്റ തംബർഗ് ആവശ്യപ്പെടുന്നത് ഞങ്ങളെ രക്ഷിക്കണം, ഇതിനുവേണ്ടി ലോകത്തുള്ള വിവിധ രാജ്യങ്ങളുടെ എല്ലാ രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ ഇടപെടണം എന്നാണ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തംബർഗ് ഇൻസ്റ്റയിലും ട്വിറ്ററിലും സമൂഹ മാധ്യമങ്ങളിലും ആവശ്യപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം അതൊരു റെക്കോർഡഡ് വീഡിയോ ആണ്. കാരണം ഇത്തരമൊരു സാഹചര്യം നേരത്തെ തന്നെ ഊഹിക്കാവുന്നതാണ്. 2010 ഇത്തരത്തിൽ പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില കൂട്ടായ്മയുടെ ഒരു കപ്പലിനെതിരെ ഇസ്രായേൽ സേന വിവേചനരഹിതമായി വെടിയുതിർക്കുകയും യാതൊരു ആയുധങ്ങളും ഇല്ലാത്ത ഭക്ഷണവും മരുന്നുമായി മാത്രം പുറപ്പെട്ട ഈ കപ്പലിന് നേരെ അന്താരാഷ്ട്ര ആക്ടിവിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയും 15 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത ചരിത്രമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഈ ഇസ്രായേലിന് സമീപത്തു നിന്ന് ഇങ്ങനെയൊരു സമീപനം തന്നെയാണ് ഈ ആക്ടിവിസ്റ്റുകളും ഫ്രീഡം ഫ്ലോട്ടില കൂട്ടായ്മയും പ്രതീക്ഷിച്ചത്. ഇതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യം വരുമെന്നും ഇതിനെ നേരിടാൻ വേണ്ടി ഇങ്ങനെയൊരു വീഡിയോ ചിത്രീകരിച്ച് വെക്കണമെന്നും ഈ സമയത്ത് ഇത് പുറത്തുവിടണമെന്നും മനസ്സിലാക്കി തന്നെയായിരിക്കണം ഇത്തരമൊരു വീഡിയോ ഗ്രെറ്റ തംബർഗും കൂടെയുള്ള 12 ആക്ടിവിസ്റ്റുകളും ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഇസ്രായേൽ സേന നിലവിൽ ഈ കപ്പൽ അഷ്ദോദിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഗസയിലേക്ക് അടുക്കാൻ അനുവദിക്കില്ല, ഹമാസിന് വേണ്ടിയുള്ള സൈനിക സഹായമാണ് കപ്പലിൽ ഉള്ളത് എന്ന വിചിത്രവാദമാണ് മറ്റൊരു മാധ്യമവും മറ്റൊരു അന്തർദേശീയ സ്ഥാപനവും അംഗീകരിക്കാത്ത ഗ്രെറ്റ തംബർഗിനെ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകരെ, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകരും മറ്റ് ആക്ടിവിസ്റ്റുകളെയും സിനിമ മേഖലയിൽ പ്രശസ്തരായ അഭിനേതാക്കളെയും ഗായകരുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ആക്ടിവിസ്റ്റ് സംഘത്തെ സംശയമുനയിൽ നിർത്തുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഹമാസിനുള്ള സഹായം എന്ന നിലയിൽ കപ്പൽ ഗസയിൽ അടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന സമീപനം സ്വീകരിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ഈ മനഃശാസ്ത്ര യുദ്ധം ഈ ആക്ടിവിസ്റ്റുകളോട് ഇന്ന് നടത്തിയത്. അമൃത.